ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളടുത്ത് മൊഞ്ചാരോ എന്ന് പറയുന്ന ഇഞ്ചക്ഷനെ കുറിച്ചിട്ടാണ് പറയാൻ വന്നത് കേട്ടോ. ആ ഇഞ്ചക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ അടുത്തിടെയായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം റീൽസിലും യൂട്യൂബ് ഷോർട്സിലും ഒക്കെ ഒരുപാട് പേര് വെയിറ്റ് റെഡ്യൂസ് ചെയ്തതിനെ പറ്റിയിട്ടൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ഒരുപാട് സെലിബ്രിറ്റീസും ഉണ്ട്. അവർ ഓപ്പണായിട്ട് പറയുന്നവരും അല്ലാത്തവരും ഒക്കെ ഉണ്ട് ഈ ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് വെയിറ്റ് റെഡ്യൂസ് ചെയ്തതെന്നുള്ളതിനെയൊക്കെ പറ്റിയിട്ട്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കൊല്ലം കടക്കൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. എനിക്കല്ല, എൻ്റെ ഫാദറിന് വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഡോക്ടർ എൻ്റെ ഫാദറിനെ കണ്ടിട്ട് ആളിച്ചിരി വണ്ണമൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഫാദറിനെ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, വെയിറ്റ് റെഡ്യൂസ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. അപ്പോൾ മൊഞ്ചാരോ ഇഞ്ചക്ഷനെ കുറിച്ചിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് എൻ്റെ പേഴ്സണലുമായിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ അടുത്തൊക്കെ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടൈപ്പ് 2 ഡയബറ്റിക്സിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ്. ഇതങ്ങനെ എല്ലാവർക്കും പോയി എടുക്കാൻ പറ്റുന്നൊരു സാധനമല്ല. ഇതിന് ഒരുപാട് സൈഡ് എഫക്റ്റുകൾ ഉണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഒരു സർജറിയോ അല്ലെങ്കിൽ എത്ര എക്സസൈസ് ചെയ്തിട്ടും നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഭയങ്കര അമിതവണ്ണമുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഇഞ്ചക്ഷൻ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അവരുടെ ആരോഗ്യസ്ഥിതിയെ കൂടെ പരിഗണിച്ചിട്ടായിരിക്കണം നമ്മൾ ഈ ഇഞ്ചക്ഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ നിരന്തരമായിട്ട് ഈ യൂട്യൂബ് വീഡിയോസിലും ഇൻസ്റ്റഗ്രാം റീൽസിലുമൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെക്കുറിച്ചിട്ട് ഇതെടുക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്നൊക്കെ ഉള്ള തരത്തിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇത് എങ്ങനെ എടുക്കുന്നു, അല്ലെങ്കിൽ അത് പെട്ടെന്ന് പോയി എടുക്കുക. ഇതിപ്പോൾ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. വേറൊരു കാര്യം, നല്ല എക്സ്പെൻസീവാണ്. കാര്യം ഒരു ആഴ്ചയിൽ തന്നെ 5000 രൂപയോളം വില വരുന്ന മെഡിസിനാണ് ഇതൊക്കെ. അപ്പോൾ ഇത്രയും പെട്ടെന്ന് നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ വഴി ഇത്രയും കാര്യങ്ങൾ, ഇതുപോലുള്ള മെഡിസിൻസും കാര്യങ്ങളും വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ വീഡിയോസ് പോകുമ്പോൾ നമ്മുടെ സൊസൈറ്റി എന്തുമാത്രം അത് ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സാധാരണ ഒരാൾക്ക് പോയിട്ട് ഈ ഇഞ്ചക്ഷൻ എടുക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പല വീഡിയോസും പുറത്തു വരുന്നത്. അപ്പോൾ നമ്മുടെ ആരോഗ്യസ്ഥിതി, നമുക്കത് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ഇപ്പോൾ എൻ്റെ ഫാദറിനെ സംബന്ധിച്ച് നല്ല വെയിറ്റ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഒരു മകളെന്നുള്ള രീതിയിൽ എനിക്കത് എടുക്കുന്നതിൽ ഭയങ്കര ഒരു കൺഫ്യൂസിങ് ആയിപ്പോയി. ഇപ്പോൾ പല ഡോക്ടർ തന്നെ നമുക്കത് എടുത്തോ കുഴപ്പമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിപ്പോവും. ഒരു ഡോക്ടറല്ലേ നമ്മുടെ അടുത്ത് അത് എടുത്തോളാൻ പറഞ്ഞത്, അത് എടുക്കാമോ എടുത്തൂടെ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവാം. എനിക്കും ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടാണ് ഞാൻ പല മറ്റുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഇത് ചോദിച്ചത് തന്നെ. സത്യം പറഞ്ഞാൽ ഈ വെയിറ്റ് ലോസ് ചെയ്യുന്നതിനോ ഹെൽത്തി ആയിട്ടിരിക്കുന്നതിനോ ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല കേട്ടോ. നമ്മൾ ശ്രമിച്ചാൽ മാസങ്ങളും വർഷങ്ങളും ഒക്കെ എടുത്തിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനൊരു മെഡിക്കൽ ഫീൽഡിലുള്ളൊരു വ്യക്തിയല്ല, എന്നിട്ട് പോലും സാധാരണ രീതിയിൽ ഈ ഇഞ്ചക്ഷനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് ഇത്രയും വിവരങ്ങൾ അറിയാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ മുമ്പിൽ ഇതുപോലുള്ള ആഡുകളോ അഡ്വൈസുകളോ ഒക്കെ വരുമ്പോൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് തിരക്കാനും നമുക്കത് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനും ഒക്കെ സാധിക്കും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ബൈ.